പനീർ ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സവോള, പച്ചമുളക്, ഇത് പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, തക്കാളി, ഇത്തിരി ഗരം മസാല, കറിവേപ്പില, മഞ്ഞൾപ്പൊടി. ഇത് പനീർ ഞാനൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കാരണം ഞാൻ പതുക്കെ കൊണ്ട് പറഞ്ഞു തരാം കേട്ടോ. അല്പം മുളക് പൊടി വേണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില പുതിനയില, ഉപ്പ്, നെയ്യ്, വെളിച്ചെണ്ണ, ഇത് കടുകെണ്ണയാണ്, അല്പം അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ. ചോറ് ഞാനൊന്ന് വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് അടുപ്പ് കത്തിക്കാം, ചൂടാവട്ടെ. നമ്മൾ ആദ്യം ഒരു അല്പം നെയ്യ് ഒഴിക്കുകയാണ്. നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് വരിയെടുക്കാം. ഇത് നമ്മൾ നെയ്യ് ഒഴിച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒന്ന് വറുത്ത് പെട്ടെന്ന് പോരാം. അത് വറുത്തു, നമുക്കതിങ്ങി പോരാം. അപ്പോൾ നമ്മൾ ഈ നെയ്ക്കത്തിനാണ് നമ്മൾ അല്പം സവാള ഇടാൻ പോകുന്നത്. സവാള ചെറുതായി കൊത്തിയരിഞ്ഞ സവാള മതി, ഇത്രയും സവാള മതിയാവും. നമ്മൾ നേരത്തെ ചോറ് വേവിച്ച് വെച്ചിരുന്നു. അപ്പോൾ ആ ചോറിനകത്ത് നമ്മൾ ഉപ്പിട്ടിരുന്നു. ഇനിയിപ്പോൾ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായി ഉപ്പ് ഇച്ചിരി ഇട്ട് കൊടുത്താൽ മതിയാവും. ഉള്ളി ഇത്രയും മതിയാവും. നമുക്ക് ഇതിനകത്തേക്ക് ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാം. കുറച്ച് മതി കേട്ടോ. 2 പച്ചമുളക് തികച്ച് വേണ്ട, ഒരു 1-1.5 പച്ചമുളക് ചെറുതായിട്ടിരിഞ്ഞത്. ഈ മസാല ഇതിനെ ഉള്ളിലേക്ക് നമുക്ക് അല്പം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഇത്രയാണ് ഐറ്റംസ്. ഇത്തിരി മതിയോ, കുറച്ചിട്ട് കൊടുക്കാം. അത് ഈ ഉള്ളിയായിട്ടൊന്ന് മണം വരട്ടെ. അല്പം കറിവേപ്പില, ഞാൻ നേരത്തെ പനീറിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ പനീർ എന്ത് സംഭവം എന്നറിയോ? ഞാനത് ഇന്നലെ രാത്രിയായിരുന്നു പനീർ റെഡിയാക്കിയത് കേട്ടോ. അപ്പോൾ അത്രയും സെറ്റായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഇത് ഉണ്ടാക്കാനായിട്ട് എടുത്തപ്പോഴേക്കും പനീർ സെറ്റായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് എണ്ണ എടുത്തിട്ട് അതൊന്ന് മൊരിച്ചെടുത്തു. അതാണ് ഞാൻ പറഞ്ഞത്, ഒന്ന് നമ്മൾ പിന്നീട് പറയാമെന്ന്. അങ്ങനെ ഒന്ന് മൊരിച്ചെടുത്തതാണ് കേട്ടോ പനീർ. വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിച്ചെടുത്ത് അപ്പോഴേക്കും നല്ല സെറ്റായി. അപ്പോൾ പനീർ അഥവാ നമ്മൾ വീട്ടിൽ ഉണ്ടാകുമ്പോഴേക്കും സെറ്റ് ആയില്ലെങ്കിൽ ഇത്ര മാത്രം ചെയ്താൽ മതി. എണ്ണയിലിട്ടൊന്ന് മുരിച്ചെടുത്തിട്ട് പനീർ മസാല ഉണ്ടാക്കാനായാലും അങ്ങനെ അങ്ങ് എടുത്താൽ മതിയോ. പൊടിയത്തുമില്ല, അത് സുഖമാണ്. അതിനകത്തേക്ക് നമുക്ക് പൊടികളിടാം. ഒരു 1/4 മുതൽ 1/2 സ്പൂൺ വരെ മഞ്ഞൾപ്പൊടി, 1/2 മുതൽ 3/4 സ്പൂൺ വരെ മുളക് പൊടി, ഇതിനാവശ്യമായിട്ടുള്ള തക്കാളി, ഒരൽപ്പം ഗരം മസാലപ്പൊടി. ഞാൻ ചെറിയ കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്, ബസുമതി റൈസ് അല്ല. ബസുമതി റൈസിൽ ഉണ്ടാക്കാം. ഇത് ഞാൻ കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. ഇന്നിവിടെ കൈമ റൈസായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കൈമ എടുത്തിരിക്കുന്നത്. ബസുമതിയും ടേസ്റ്റ് തന്നെ, കൈമയും ടേസ്റ്റ് തന്നെ. അതിലേക്ക് ഒരൽപ്പം കടുകെണ്ണ ഒരൽപ്പം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കടുകെണ്ണ ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതിയാവും. അതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടുന്നവർക്ക് ഇല്ലാച്ചാൽ ഉപയോഗിക്കണം നിർബന്ധമില്ല. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും മതി. ഒരൽപ്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരൽപ്പം വെള്ളം, അതായത് നമ്മൾ ചോറും ഇതുമായിട്ട് മിക്സ് ആകുമ്പോഴേക്കും അതിന് ആവശ്യമായ ഗ്രേവി ഉണ്ടാവണമല്ലോ. അതിനൊരൽപ്പം വെള്ളം ഒഴിച്ചത്. എണ്ണയുടെ അളവ് കുറയ്ക്കുക, അതാണ് ഉദ്ദേശം. അതിനകത്തേക്ക് നമ്മുടെ പനീർ, ഞാൻ വീട്ടിലുണ്ടാക്കിയ പനീർ തന്നെയാണ്, അതൊന്ന് മുരിച്ചെടുത്ത് അതാണ് അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതുണ്ടോ, ചെറിയ കൈമ റൈസായത്. ഇത് നമ്മൾ തിളച്ച വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്തതാണ്. നമ്മൾ നേരെ ഇതിനകത്തേക്ക് ഇടുകയാണിത്. വളരെ പെട്ടെന്ന് റെഡിയാക്കാവുന്ന റൈസാണ്. ഒന്ന് മിക്സായി കിട്ടാനാണ് നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ചു കൊടുത്തത്. തീ കുറച്ച് കൊടുത്തിട്ട് നമുക്കത് മിക്സ് ചെയ്യാം. കടായിയൊക്കെ ഉള്ളവർ
അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ. അതൊക്കെ നമ്മളിത് ഇത്തിരി മല്ലിയും പുതിന അരിഞ്ഞത് ഇടുക. ഞാൻ ചോറ് ഉപ്പിട്ടാണ് വേവിച്ചത്, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് വേണം ഉപ്പിടാനായിട്ട്. ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഞാൻ ഉപ്പ് നോക്കിയിട്ടിടാം. നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് ഇത് അടച്ചു വെച്ചിട്ട് നമ്മൾ ആദ്യം ഒഴിച്ച ഗ്രേവിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ചോറൊക്കെ ഒന്ന് ഡ്രൈ ആവട്ടെ. നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. നിങ്ങൾ അടച്ചു വയ്ക്കുന്നതിന് മുമ്പ് ആദ്യം ഉപ്പൊക്കെ നോക്കണം കേട്ടോ. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം അടച്ചു വയ്ക്കാനായിട്ട്. ഓക്കെ, നമ്മൾ അടച്ചു വയ്ക്കാം. അപ്പം നമ്മുടെ ബിരിയാണി നമ്മളൊരു 10-15 മിനിറ്റ് അടച്ചു വെച്ചിരുന്നു. നമുക്കിനെ തുറന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിനായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കിനി ചേർക്കാനുള്ള എന്താണെന്നറിയോ? ഞാൻ നേരത്തെ കുറച്ച് കടുകെണ്ണ ഒഴിച്ചിരുന്നു, അപ്പോൾ അതൊരു അല്പം കൂടെ ഒഴിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീടുകളിലേക്കാണ്, അപ്പോൾ നമ്മൾ ആവശ്യത്തിനൊക്കെ എണ്ണ ഉപയോഗിച്ചാൽ മതി കേട്ടോ. തോനെയൊന്നും ഉപയോഗിക്കണ്ട. ഒരല്പം കൂടെ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു അല്പം നെയ്യും കൂടെ ഒഴിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഇതിനകത്ത് മേലെ ഇടുന്നുണ്ട്. കുറച്ച് നമുക്ക് ഡെക്കറേഷൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇത്തിരി മല്ലിയില പുതിനയില വറുത്തത്. ഓക്കെ, നമുക്ക് നമ്മുടെ കാര്യം കഴിഞ്ഞു. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വലിയ ടൈമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് റെഡിയാവുന്ന സാധനം. ഞാനിത് പ്ലേറ്റിംഗ് ചെയ്തിട്ട് ഇനി കാണിച്ചു തരാം കേട്ടോ.